സെലക്ടർമാരെ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ്, കോമാളികളുടെ ഒരു കൂട്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ചിലരെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത്? വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില സാഡിസ്റ്റ് മനോഭാവമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എനിക്ക് രണ്ടുപേരെയും ആ ലൈനിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ജലജ് സക്സേന അതിൽ ഉറപ്പായിട്ടും പറയേണ്ട ഒരു പേരായിരുന്നു. ഇത്ര വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡൊമസ്റ്റിക് ഗംഭീരമായി കളിക്കുന്നു. ഇഷ്ടക്കാരെ കുത്തി നിറക്കുന്ന ഒരു ടീമായിട്ട് ഇന്ത്യൻ ടീം മാറിയിരിക്കുന്നു. ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പിന്മാറിയത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. ഗൗതം ഗംഭീർ ഇനി ഒരു കാരണവശാലും തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ അർഹതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ഒരു ചർച്ച തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. മറ്റാരുമല്ല, ഭുവനേശ്വർ കുമാർ. നമ്മൾ പറഞ്ഞു കേട്ടതാണ് സമീപകാലങ്ങളിൽ പല മുൻ താരങ്ങളുടെയും നിലവിലെ താരങ്ങളുടെയും അസംതൃപ്തിയെക്കുറിച്ച് അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നതിനെക്കുറിച്ച്. അതിലെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളാണ് ഇപ്പോൾ ഭുവനേശ്വർ കുമാറിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നുള്ള കാര്യം തന്നെ ത്രില്ലടിപ്പിക്കുന്നില്ല. കളിക്കാൻ ക്ഷണിച്ചാൽ കളിക്കും, അല്ലാത്ത പക്ഷം അതിൽ നിരാശയില്ല. താൻ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണിപ്പോൾ എന്നുകൂടിയാണ്. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടിലുണ്ടോ, അപ്പം MSKയും. ജയേഷ്, നമ്മൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞു, സമീപകാലത്തെ വലിയ തുറന്നു പറച്ചിൽ പറഞ്ഞു. അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാണ്, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അതിന് പിന്നാലെ മുഹമ്മദ് ഷമി അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാ ഭുവനേശ്വർ കുമാറും പറയുകയാണ്, ഇന്ത്യൻ ടീമിലേക്ക് ഇനി കളിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നിരാശ വ്യക്തമാണ്. അതിലുപരി നമ്മളതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, താരങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടം കണ്ടിട്ടപ്പോൾ സഹിച്ച് അതിൻ്റെ അങ്ങേയറ്റ തലയ്ക്ക് എത്തുമ്പോൾ അതിനുള്ളൊരു ധൈര്യം വരുന്നത് ഒരു പക്ഷേ അവരുടെ കരിയർ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ തന്നെയാണെന്നുള്ള ബോധ്യം കൂടിയാകാം. 36 വയസ്സുണ്ട് ഭുവനേശ്വർ കുമാറിന്, 35 വയസ്സായിരിക്കുന്നു മുഹമ്മദ് ഷമിക്ക്, 31 പിന്നിട്ടിരിക്കുന്നു സഞ്ജു സാംസണിന്. അപ്പോൾ ഇത് ഇന്ത്യൻ സെലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ച് തന്നെയുള്ള വലിയൊരു ചോദ്യചിഹ്നം വീണ്ടും ഉയർത്തുകയാണ്. അവിടെ പക്ഷപാതിപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. നമ്മൾ എന്തിനാണ് ഈ പ്രമുഖരായിട്ടുള്ള താരങ്ങളെയൊക്കെ, ചിലരെ, എല്ലാവരെയുമല്ല, ചിലരെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടു പോകുന്നത്? നമ്മൾ വിവാദങ്ങൾക്കൊക്കെ എത്രയോ മുമ്പ് ഇന്ത്യൻ സെലക്ടർമാരെ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ്, കോമാളികളുടെ ഒരു കൂട്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇപ്പോൾ അജിത് അഗർക്കറിൻ്റെ കീഴിലുള്ള സംഘത്തിനും പറയാനില്ല. ബെഞ്ച് ഓഫ് ജോക്കേഴ്സ് ആണെന്നുള്ളത് പല തീരുമാനങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു താരത്തിന് പോലും നിങ്ങളുടെ റോൾ എന്താണ്, അതായത് ആരായാലും ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടിയോ, ക്രിക്കറ്റ് എന്നല്ല ഏത് ഗെയിമാണെങ്കിലും മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു അത്ലറ്റിന്, ഒരു സ്പോർട്സ് പേഴ്സൺ നൽകുന്നൊരു റോളുണ്ട്. നിങ്ങൾ ഇന്ന റോളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് വേണ്ടി ചെയ്യേണ്ടത്. അത്തരത്തിലൊരു റോള് ഇന്ത്യയിലെ ഒരാൾക്ക് പോലും നൽകുന്നില്ല. അതായത് ഒരു കൃത്യമായൊരു റോൾ എന്താണെന്നുള്ളത് നൽകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് നോക്കും, അതിൽ ഓപ്പണർമാർ സാധാരണ ഏത് ടീമിലാണെങ്കിലും ഇപ്പോൾ മിഡ് നമ്മൾ പൊളിക്കും, നമുക്ക് അറിയാം. ബൗളർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് നമുക്കറിയാം. ഓപ്പണർമാരും പൊളിക്കാറില്ല. ഓപ്പണർമാരെ നമ്മളൊരു സ്ഥിരമായിട്ട് വെച്ച് ഒരു ഏറ്റവും ക്രൂഷ്യലാണ് ഒരു ടീമിൻ്റെ നട്ടലെന്ന് പറയുന്നൊരു രീതിയിൽ. അതിൽ പോലും ഒരു സ്ഥിരതയില്ല. സഞ്ജു അഭിഷേക് കളിക്കും, ഇഷാൻ അഭിഷേക് കളിക്കും, സഞ്ജു ഇഷാൻ കളിക്കും. ഇപ്പോൾ വൈഭവ് വന്നു, വൈഭവ് അഭിഷേക് കളിക്കും. ചിലപ്പോൾ ഇനി അടുത്ത സീരീസിൽ ചിലപ്പോൾ സഞ്ജുവും വൈഭവവും കളിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. വൺ ഡൗണിൽ ഇപ്പോൾ ഒരുപാട് നാൾ ആദ്യം രാഹുൽ ദ്രാവിഡ് ആയിരുന്നു, പിന്നീട് വിരാട് കോഹ്ലി ആയിക്കോട്ടെ, കൃത്യമായൊരു പൊസിഷൻ കീപ്പ് ചെയ്തിരുന്ന ടീമിൻ്റെ ശരിക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ഒരു പൊസിഷനിൽ ഇപ്പം നമ്മൾ ആരെയാണ് കളിപ്പിക്കുന്നത്? ആർക്കും ഒരു ഫിക്സഡ് റോൾ അവിടെ നമുക്ക് പറയാനില്ല. ഇടക്കാലത്ത് സൂര്യകുമാർ വന്നിരുന്നു, തിലക് വർമ്മ കളിച്ചിട്ടുണ്ട്, ഇഷാൻ കിഷൻ കളിച്ചിട്ടുണ്ട്, ശ്രേയസ് അയ്യർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റോൾ ഒരു ടീമിലും പറയാനില്ല. ഇനിയിപ്പോൾ ഇനിയുള്ള പരമ്പരകളിൽ അത്തരം പരാതിയും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കൃത്യമായ റോൾ കൊടുക്കണം എന്നാണ്. അതിൽ പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് പരമ്പര. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് T20 വലിയ നേട്ടം നമ്മൾ നേടി, ലോകകപ്പ് നേടി, പിന്നീട് നടന്ന 2 പരമ്പരയും നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ളത് സിംബാബ്വെ സീരീസിലൊരു ത്രിസുര വിജയം മാത്രമാണ്. ഏകദിനത്തിലും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ട്. ടെസ്റ്റിൽ നാട്ടിൽ വരെ നമ്മൾ പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. നമ്മൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ലക്ഷ്യം വെക്കുന്നൊരു സമയമാണിത്. ഇന്ത്യക്ക് ഇനി 9 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അതിൽ 6 മത്സരങ്ങളെങ്കിലും ജയിച്ചാലേ, 6 മത്സരം ജയിച്ചാൽ ഓക്കെയാണ്, പോസിബിളാണ്. ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ കളിക്കണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 9-5 ഇന്ത്യയിൽ നടക്കുന്ന മത്സരമാണ്.
എന്നിട്ട് പോലും നമുക്ക് പറയാനില്ല. കാരണം ഇന്ത്യയിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത് ഓസ്ട്രേലിയയാണ് ഈ ഗംഭീറിന്റെ കീഴിലാണ്. ഇനി വരാൻ പോകുന്നത് ഓസ്ട്രേലിയ, അതും വലിയ ഒരു വെല്ലുവിളി തന്നെയാകും. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന നേരെ സീരീസ് എടുക്കാം. നമുക്കിനി കളിക്കാനുള്ളത് ശ്രീലങ്കയ്ക്കെതിരെ 2 ടെസ്റ്റ് പരമ്പര. അവസാനം ശ്രീലങ്കയ്ക്കെതിരെ കളിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. 2022 കളിച്ചത്. ഇന്ത്യ ശ്രീലങ്കയിൽ പോയി കളിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 2017 ഇന്ത്യ കളിച്ചത്. അന്ന് പക്ഷേ ഒരു വൈറ്റ് വാഷ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. 3-0 ഇന്ത്യ ജയിച്ചു. വിരാട് കോഹ്ലി അതിനു മുമ്പ് 2015 2-1 ഇന്ത്യ വിജയിക്കുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യ നേരിടാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിലൊരു കൗതുകമുള്ളത്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഏഷ്യൻ കണ്ടീഷനിലെ മത്സരങ്ങളൊന്നും അത്ര ആവേശം ഉണ്ടാക്കുന്നതായിരുന്നില്ല ഇന്ത്യൻ ആരാധകരെ, ഭൂരിഭാഗം വരുന്ന ആരാധകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതൊരു കുറെ കൂടി ത്രില്ലിംഗ് ആയി പോകാൻ പോകുന്നത് ഇന്ത്യയുടെ യുവനിരയും ശ്രീലങ്കയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ്. അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ദിമുത് കരുണ ആയിക്കോട്ടെ, നല്ല ടോപ്പ് ടീമാണ്. അപ്പോൾ ധനഞ്ജയ ഉണ്ട്, കാമിനോ മെൻഡിസ് ഉണ്ട്, കരുണരത്നയുണ്ട്, പദ്മനിസംഗയുണ്ട്, കുഷാൽ മെൻഡിസ് ഉണ്ട്, ധനഞ്ജയ ഡിസിൽവയുണ്ട്. ഇപ്പോൾ സ്പിന്നർമാരായിരിക്കും ഏറ്റവും ക്രൂഷ്യലാകാൻ പോകുന്നത്. പ്രഭാത് ജയസൂര്യ, ഒപ്പം രമേഷ് മെൻഡിസ്, ദുനിത് വെല്ലാലൊക്കെയുണ്ട്. പേസ് മാത്രമാണ് അവർക്ക് അല്പമെങ്കിലും ഒരു ആശങ്കയായിട്ട് പറയാനുള്ളത്. പക്ഷേ 2 പിച്ചും, അതായത് ഗാലയിലായാലും കൊളംബോയിലായാലും സ്പിന്നിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന പിച്ചാണ്. ശ്രീലങ്കയുടെ യുവ സ്പിന്നർമാർ, ഒപ്പം ശ്രീലങ്കയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ പ്ലസ് യുവ സ്പിന്നർമാർ, ഇന്ത്യയുടെ യുവതാരങ്ങളും തമ്മിലുള്ളൊരു പോരാട്ടത്തിനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശ്രീലങ്കയുടെ സ്പിൻ, പ്രത്യേകിച്ച് അവരുടെ നാട്ടിലുള്ള ശ്രീലങ്കയുടെ സ്പിൻ കണ്ടീഷനിലെ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിരിക്കും ഋഷഭ് പന്തിൻ്റെ കീഴിലുള്ള ഒരു ടീം ബാറ്റർമാർ ശ്രമിക്കുക. അവിടെ നമുക്ക് ഗില്ലുണ്ട്, യശസ്വി ജയ്സ്വാളുണ്ട്, ടെക്നിക്കലി ടോപ്പായിട്ടുള്ള നല്ല ബാറ്റർമാർ അവിടെയുണ്ട്. ഒപ്പം ഋഷഭ് പന്തിൻ്റെ കീഴിലൊരു അറ്റാക്കിംഗ് മൂഡിൽ കളിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ജഡേജ അടക്കമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുൽദീപ് അടക്കമുള്ള നല്ല സ്പിന്നർമാർ നമുക്കുമുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോഴും ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പിന്മാറിയത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. പകരം കശ്മീരിന്റെ അക്കിബ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കിബ് നമുക്കറിയാം, കശ്മീരിനെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആക്കി. ആ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അക്കിബ് നബി വൈകാതെ ടീമിലുണ്ടാകുന്നു. പക്ഷേ ഏകദേശം 1 വർഷത്തോളം ആവുന്നു അക്കിബ് നബിയെ ഇപ്പോഴാണ് ടീമിലേക്ക് പരിഗണിക്കുന്നത്, കളിപ്പിക്കുന്നത്. അപ്പോൾ ഒരു റോള് കൃത്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇഞ്ചുറിയുടെ പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫിറ്റ്നസ് വീണ്ടെടുത്തു, NCL വെച്ചിട്ട് ഫിറ്റ്നസ് വീണ്ടെടുത്തു, ശ്രീലങ്കയ്ക്കെതിരെ കളിക്കുമെന്ന് പറയുന്നു. അപ്പുറത്തെ ദിവസം തന്നെ പരിശീലനത്തിനിടെ പരിക്കേറ്റ് ബുംറ വീണ്ടും മാറുന്നു. പകരം ഒരു താരത്തെ വീണ്ടും എടുക്കുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് റോൾ കൊടുത്ത്, നമുക്ക് പറഞ്ഞ പോലെ ഫിറ്റ്നസ്സുള്ള ക്വാളിറ്റിയുള്ള ബോളർമാരില്ലാഞ്ഞിട്ടല്ലല്ലോ. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ മാത്രമാണ് ടീം പ്രഖ്യാപിക്കുമ്പോൾ ബ്രാക്കറ്റിൽ സബ്ജക്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ടീം പ്രഖ്യാപിക്കുന്ന ടീം എനിക്ക് തോന്നുന്നു ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് വേൾഡ് കപ്പ് പോലെയുള്ള ഏറ്റവും പ്രധാന സീരീസിലേക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്ലെയറിന്റെ നിർണായക സ്വാധീനമായിരിക്കും, സ്ഥാനം അത്രയും ക്രൂഷ്യലായിരിക്കും എന്നുള്ളത്. ഇത്തരം പരമ്പരകളിൽ വരെ ഫിറ്റ്നസ് പൂർണ്ണമായിട്ടില്ലാത്ത സബ്ജക്ട് 2 പ്ലേയേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ സീരീസിൽ, ശ്രീലങ്കൻ സീരീസിൽ. പിന്നെ വാഷി നമ്മൾ ഒഴിവാക്കി, സായ് സുദർശനും ജസ്പ്രീത് ബുംറയും. എന്തിനാണ് അപ്പോൾ ഈ ഫിറ്റ്നസ് ഉള്ള നല്ല ബാറ്റർമാരില്ലേ? സായ് സുദർശൻ മാത്രമേ ഉള്ളൂ. ഗില്ലിന്റെ സാധാരണമായതുകൊണ്ട് കൊണ്ടുപോയതാണോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പേരിൽ തന്നെ നോക്കുമ്പോൾ അതിൽ ഭുവി ടെസ്റ്റ് കളിച്ചിട്ട് ഒരുപാട് നാളെ എന്നറിയാം. അപ്പുറത്ത് ഷമിയുണ്ടല്ലോ, അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നില്ലേ? എത്രയോ നല്ല ബോളർമാർ ഡൊമസ്റ്റിക്കിൽ ടെസ്റ്റിൽ തന്നെ കളിക്കുന്ന നല്ല ബോളർമാരുണ്ടല്ലോ നമുക്ക്. അപ്പം അതൊന്നും പരിഗണിക്കാതെ ഓവർലോഡിന്റെ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്, വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ പ്രശ്നമാണ് വരുന്നത്. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ജസ്പ്രീത് ബുംറയെ അടുത്ത 2027 ഏകദിന ലോകകപ്പ് വരെ ഫുൾ ഫിറ്റാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് T20യിലും വൺഡേയിലും മാത്രം കളിപ്പിച്ചാൽ മതി. അത്രയും ക്രൂഷ്യൽ വരുന്ന ഓസ്ട്രേലിയക്കെതിരായ മത്സരങ്ങളിലൊക്കെ നമുക്ക് പരീക്ഷിക്കാം. അല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ ഫ്രീ ആക്കി വിടുക, പ്രത്യേകിച്ച് ഇഞ്ചുറി കൺസേൺ ഒരുപാടുള്ള, മാത്രമല്ല അദ്ദേഹത്തിന് 32 വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തിനും കൂടെ നമ്മൾ മാനിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ താരത്തിനൊരു പ്രത്യേകിച്ച് ആർക്കും ഒരു റോള് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാന പോയിന്റ്. ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായ 2 പരമ്പര ഇന്ത്യ വിജയിക്കുന്ന പ്രതീക്ഷയാണ്. പക്ഷേ ശ്രീലങ്ക നല്ല, ഞാൻ പറഞ്ഞ തന്നെ എക്സ്പീരിയൻസ്ഡ് പ്ലസ് നല്ല സ്പിന്നർമാരുള്ള സ്ക്വാഡാണ് ശ്രീലങ്ക. ഒരു അനായാസ വിജയമായിരിക്കില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് വരാൻ പോകുന്നത് ന്യൂസിലൻഡിനെതിരെ 2 എവേ ടെസ്റ്റുകളാണ്. അവിടുത്തെ ഒരു വിൻഡി കണ്ടീഷനിൽ, തണുത്ത കണ്ടീഷനിൽ, അവിടുത്തെ വേഗതയേറിയ പിച്ചിൽ ഇന്ത്യക്ക് കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലണ്ടിനെതിരായ മത്സരം നമ്മൾ കണ്ടതാണ്. ടെക്നിക്കലി പ്യുവറായിട്ടുള്ള, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റർമാരില്ലെങ്കിൽ ഇന്ത്യക്ക് അവിടെ അടപടലം തോൽവി നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടെ 2 മത്സരങ്ങളാണുള്ളത്. ആ 2 മത്സരങ്ങളും ഇന്ത്യക്ക് അത്ര ഈസി ആവണമെന്നില്ല. പിന്നീട് വരാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ 5 ടെസ്റ്റ്, ബോർഡർ ഗവാസ്കർ ട്രോഫി.
അത് തൊട്ട് മുമ്പ് അത്ര താരതമ്യേന ചെറിയ എതിരാളികൾക്ക് വരെ ഇന്ത്യ പരമ്പര നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യയുടെ കുത്തക എന്ന് പറയാവുന്ന ഈഡൻ ഗാർഡൻസിൽ 2.25 ദിവസം കൊണ്ട് ഒരു ടെസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ ഈ ഒരു 5 മാച്ചിലൊരു 2-3 മത്സരമെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ഫൈനൽ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് 9-ൽ 6 മത്സരം വിജയിക്കണം എന്നുള്ളത് കൊണ്ട് ആ ന്യൂസിലൻഡ് സീരീസിലെ 2 മത്സരങ്ങൾ പ്ലസ് BGTയിലെ ഈ 5 മത്സരങ്ങളും വളരെ ക്രൂഷ്യലാണ്. രണ്ടും അതിശക്തരായ എതിരാളികളാണ് എന്നുള്ളത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. കൃത്യമായിട്ടുള്ള റോള് താരങ്ങൾക്ക് കൊടുക്കണം, അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യണം. ഏതെല്ലാം താരങ്ങൾ ഏതെല്ലാം ഫോർമാറ്റിലാണ് കൃത്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ഒരു ബോധ്യം ആദ്യം സെലക്ടർമാർക്കും പരിശീലകനും ക്യാപ്റ്റനും വേണം. MS K തീർച്ചയായിട്ടും ഈ ജസ്പ്രീത് ബുംറയുടെ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തിന് പരിക്കിൻ്റെ പിടിയിലായിരുന്നു അദ്ദേഹം. T20 ലോകകപ്പിന് ശേഷം ഇടതുകാൽ മുട്ടിനേറ്റ പരിക്കിന് ചികിത്സയിലായിരുന്നു, മെഡിക്കേഷനിലായിരുന്നു. അതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമേ അദ്ദേഹത്തെ അന്തിമമായി കളിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് ടീം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ അവിടെ എടുത്തു വെക്കുകയാണ്. അതിന് ശേഷം വരുന്ന ഫലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം അക്കിബ് നബിയെ അവിടെ കൊണ്ടുവരുന്നു. അവിടെ ഈ പറഞ്ഞ രീതിയിൽ നേരെ മറിച്ച് എന്തുകൊണ്ട് ഭുവനേശ്വർ കുമാറിനെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ വരാനുള്ള കാരണവും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. ഭുവനേശ്വർ കുമാർ ടെസ്റ്റിൽ 90 വിക്കറ്റുകൾ ഉള്ള ഒരു 60 സംതിങ് വിക്കറ്റുകളുണ്ട്. T20 90 വിക്കറ്റുകളുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിനത്തിൽ 141 വിക്കറ്റുകളുണ്ട്. ഇനി ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള താരം. ലോർഡ്സിൽ ഇന്ത്യ ചരിത്രപരമായിട്ടൊരു ടെസ്റ്റ് വിജയം കുറിക്കുമ്പോൾ 6 വിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് സംഭാവന ചെയ്യുന്നു. അദ്ദേഹം ബാറ്റ് കൊണ്ട് സംഭാവന ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ തന്നെ നടന്നിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ 2013 ഇന്ത്യ വിജയിക്കുമ്പോഴും ഇന്ത്യയുടെ കുന്തമുന അദ്ദേഹത്തിൻ്റെ സ്വിംഗ് ബൗളിംഗ് ആയിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അയർലൻഡ് പര്യടനത്തിലും ഇംഗ്ലണ്ട് പര്യടനത്തിലും അദ്ദേഹത്തിന് ചൂസ് ചെയ്യാമായിരുന്ന, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താമായിരുന്ന, ചൂഷണം ചെയ്യപ്പെടാമായിരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഭുവനേശ്വർ കുമാറിനെ പരിഗണിച്ചില്ല. 8 വർഷമായി അദ്ദേഹം ടെസ്റ്റ് കളിച്ചിട്ട്, 5 വർഷമായി ഏകദിനം കളിച്ചിട്ട്, 4 വർഷമായി അദ്ദേഹം T20 കളിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരാളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരാളെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന യാതൊരു വിധത്തിലൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹം IPL അദ്ദേഹത്തിന് മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു താരത്തെ മാറ്റി നിർത്തുകയാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് വരെ എന്തുകൊണ്ട് ഷമിയും അല്ലെങ്കിൽ ഭുവനേശ്വർ കുമാർ, ഈ 2 ലോകോത്തര പേസ് ബോളർമാർ ഉണ്ടെങ്കിലും അവരെ പരിഗണിക്കാൻ ഇന്ത്യൻ സെലക്ടർമാർക്ക് കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഭുവനേശ്വർ കുമാർ ഒരു ടെസ്റ്റിലേക്ക് വിളിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ ഷമി ആയിരിക്കും കുറച്ചുകൂടി ടെസ്റ്റിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ. ഭുവനേശ്വർ കുമാർ ടെസ്റ്റിൽ അത്രത്തോളം നല്ലൊരു സ്റ്റാറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു കൃത്യമായിട്ടൊരു ലിമിറ്റഡ് ഓവർ പ്ലെയർ ആണ്. ഏകദിനത്തിലും T20 ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. ഷമിയാണ് ഇവിടെ ശരിക്കും മിസ് ചെയ്യപ്പെടുന്നത്. അതായത് ബുംറ ഇല്ലെങ്കിൽ ഷമിയെ ഉൾപ്പെടുത്താമായിരുന്നു. ഏജ് പറയുകയാണെങ്കിൽ തന്നെ ഷമി ഭുവനേശ്വർ കുമാറിനേക്കാൾ 1 വയസ്സ് ഇളയതാണ്. 35 വയസ്സുകാരനാണ് ഷമി, 36കാരനാണ് ഭുവനേശ്വർ കുമാർ. അപ്പോൾ ഷമി കൃത്യമായിട്ട് മിസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് ആക്കിബ് നബിയെ വിളിച്ചു എന്നുള്ളതാണ് ഈ പരമ്പരയിലെ അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും മികച്ച സെലക്ഷൻ. കാരണം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. കാരണം കഴിഞ്ഞ 2 ജമ്മു കാശ്മീർ 67 വർഷത്തിന് ശേഷം കിരീടം നേടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നേട്ടമാണ്. ജമ്മു കാശ്മീരിന്റെ ക്രിക്കറ്റിനെ പറ്റി നമുക്കറിയാം. കാരണം അവർക്ക് അങ്ങനെ വലിയൊരു പാരമ്പര്യമൊന്നുമില്ല. അവർ പിന്നെ അത്രയും പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നത്. കഴിഞ്ഞ 2 സീസണിലായിട്ട് 104 വിക്കറ്റുകളാണ് ആക്കിബ് നബി ഇതുപോലെ രഞ്ജി ട്രോഫിയിലും മറ്റുമൊക്കെ ആയിട്ട് നേടിയിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അതെ, അപ്പോൾ ബാറ്റും ചെയ്യും. ഒരു ഗംഭീര ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 2 വശത്തേക്കും വിക്കറ്റിന്റെ ഇരുവശത്തേക്കും സിംഗ് ചെയ്യാനുള്ള അബുവിയെ പോലെ തന്നെ കഴിവുള്ളൊരു പരാമുള്ള എക്സ്പ്രസ് ആണ് പേരുള്ളത്. അതെ, അത് അദ്ദേഹം പിന്നെ ടീമിലേക്ക് എത്തിയ സമയത്ത് അവരുടെ മുൻപ് ജമ്മു കാശ്മീരിൽ നിന്ന് പർവേസ് റസൂലിന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 67 കിലോമീറ്ററാണ് അദ്ദേഹം പരിശീലനത്തിന് വേണ്ടി മാത്രമായിട്ട് ഓരോ ദിവസവും ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പം അത്രയും പിന്നെ ആകെ ജമ്മു കാശ്മീരിൽ ആകെ 2 സ്റ്റേഡിയങ്ങളാണുള്ളത്. അന്താരാഷ്ട്ര നിലവാരം അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ രഞ്ജിയൊക്കെ കളിക്കാൻ കഴിയുന്ന 2 സ്റ്റേഡിയങ്ങളാണ് 67 വർഷം മുമ്പുള്ളത്. ഈ 67 വർഷത്തിന് ശേഷവും അതേ 2 സ്റ്റേഡിയങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അത്രയും ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഇർഫാൻ പത്താൻ അവരുടെ പിന്നെ ടീമിൽ മെൻഡറായി നിന്ന സമയത്താണ് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇർഫാൻ പത്താനാണ് പിന്നെ ആക്കിബ് നബിയെ പോലുള്ള അല്ലെങ്കിൽ റാസിഖ് സലാമിനെ പോലുള്ള താരങ്ങളെയൊക്കെ കണ്ടെത്തിയതും അങ്ങനെ ഒരു ഈ കോവിഡിന്റെ സമയത്തൊക്കെയുള്ള പിന്നെ അദ്ദേഹം അവരുടെ മെൻഡറായിരുന്നു. ആ സമയത്താണ് ജമ്മു കാശ്മീർ ക്രിക്കറ്റിന്റെ താരങ്ങളെക്കുറിച്ച് പോലും നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പിന്നെ അറിയാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് പർവേസ് റസൂൽ ഉണ്ടായിരുന്നു. പർവേസ് റസൂൽ ഇന്ത്യക്ക് വേണ്ടി 1-2 മത്സരങ്ങൾ മാത്രം കളിക്കപ്പെട്ട് പിന്നെ വിസ്മൃതിയിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടൊരു താരമായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. ക്ലീഷേ രൂപത്തിൽ തന്നെ നമുക്ക് പിന്നെ പറയേണ്ടി വരും.
സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിന്റെ ഒരു പിന്നെ മേ ബി അജിത് അഗാർക്കറും ഗംഭീർ ഒരു കോംബോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില സാഡിസ്റ്റ് മനോഭാവമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എനിക്ക് രണ്ടുപേരെയും ആ ലൈനിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു ഫ്രസ്ട്രേറ്റഡ് സാഡിസ്റ്റ് മനോഭാവം കൃത്യമായിട്ടും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. ഗൗതം ഗംഭീറിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് എത്രത്തോളം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഗൈ ആയിരുന്നു എന്ന് നമുക്കറിയാം. മഹേന്ദ്ര സിംഗ് ധോണിയുമായിട്ട് സ്ഥിരമായിട്ട് പ്രശ്നം. മുമ്പൊരിക്കൽ ക്രിക്കിൻഫോ പിന്നെ 2011 ലോകകപ്പ് നേടിയതിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ഒരു ഫോട്ടോ വെച്ചു. ദാറ്റ് 6 എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്ര സിംഗ് ധോണി അടിച്ച 6ന്റെ ഒരു ഫോട്ടോ വെച്ചു. അപ്പോൾ അതിന്റെ അടിയിൽ ചെന്നിട്ട് ഗംഭീർ പറയാണ് ആ പിന്നെ 6 മാത്രമല്ല ഞാനൊരു 97 റൺസ് എടുത്തിട്ടുണ്ട്. അതായത് ക്രിക്കിൻഫോ അവരുടെ ഒരു മീഡിയ ആയിട്ടുള്ള ക്രിക്കിൻഫോ അതിന്റെ ഓർമ്മ പങ്കുവെക്കാൻ ആ 6 പങ്കുവെച്ചപ്പോൾ ധോണിയുടെ ഐക്കോണിക് 6 പങ്കുവെച്ചപ്പോൾ അതിന്റെ അവിടെ ചെന്നിട്ട് പിന്നെയും അദ്ദേഹം പറയാണ് ഞാനൊരു 97 റൺസ് കൂടി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ചെളിപുരണ്ട പിന്നെ ഡ്രസ്സൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ആ സമയത്തെ പലപ്പോഴും ധോണി അവസാന ഓവറുകളിൽ പിന്നെ കളി ജയിപ്പിക്കുന്ന സമയത്ത് ഗംഭീർ തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ധോണി തന്നെയാണ് അവസാന ഓവറുകളിലേക്ക് കളി എത്തിക്കുന്നത്, അവസാനം ക്രെഡിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവസാന ഓവറിലേക്ക് എന്തിനാണ് എത്തിക്കുന്നത്, ഇതിന് 45ാമത്തെ 46ാമത്തെ ഓവറിലേക്ക് ജയിപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹം എപ്പോഴും കളിച്ചിരുന്ന കാലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഒരു ചരിത്രം ഞാനൊരു കഥ പറയാം. അജിത് അഗാർക്കറുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. തുടർച്ചയായി 7 ഡെക്കുകളാണ് അദ്ദേഹം 99-2000 കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് ഒരു കളിക്കാരൻ എന്ന നിലയിൽ. 7 ഡെക്ക് ഒളിമ്പിക് ഡെക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോംബെ ഡെക്ക് എന്ന രീതിയിൽ അദ്ദേഹം മുദ്ര കുത്തപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. 7 ഡെക്കുകൾ എന്ന് പറയുമ്പോൾ 4 ടെസ്റ്റാണ്. അന്ന് ആലോചിച്ച് നോക്കൂ. ഡെക്ക് 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 ആ ഒരു ഇന്നിങ്സിന്റെ ഇത് എഴുതുന്ന സമയത്ത് നോക്കൂ. അത്രയും 99-2000 കാലഘട്ടത്തിൽ അത്രയും ഡെക്കുകൾ എടുത്തുകൊണ്ട് ഒരിക്കലും ടീമിലേക്ക് പിന്നെ അവസരം കിട്ടാൻ പോലും പിന്നെ സാധ്യതയില്ലാത്തൊരു താരമായിരുന്നു അജിത് അഗാർക്കർ. പക്ഷേ അദ്ദേഹത്തിന് മുംബൈ ലോബിയുടെ ഒരു പരിലാളനയൊക്കെ ഏറ്റുകൊണ്ട് അദ്ദേഹം 2010 വരെ അദ്ദേഹം കളിച്ചു. അതിനുശേഷം പിന്നെയും 10 വർഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ പിന്നെയും അവസരങ്ങൾ ലഭിച്ചു. ഒരു കാര്യം കൂടി പറയണം, ഏറ്റവും വേഗത്തിൽ അർദ്ധസെഞ്ചുറി എടുത്ത താരം കൂടി. അതൊക്കെ ഓക്കെ അതൊന്നും ഇല്ലാന്നേ പറയുന്നില്ല. പക്ഷേങ്കിൽ 7 ഡെക്കുകൾ തുടർച്ചയായി നേടിയ ഒരു താരത്തിന് പിന്നെയും 11 വർഷം ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പരിലാളനം അഭിഷേക് ശർമ്മയായിരിക്കും അല്ലേ? അല്ല അദ്ദേഹത്തിന് ആലോചിച്ച് പിന്നെയും 11 വർഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതേ അഗാർക്കർ ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിൽക്കുന്ന സമയത്താണ് പല താരങ്ങളും ഇങ്ങനെ വിസ്മൃതിയിലേക്ക് പോയിരിക്കുന്നത്. മുഹമ്മദ് ഷമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഷമിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഷമിയാണോ വിളിക്കേണ്ടത്? ഷമി അങ്ങോട്ടാണ് വിളിക്കേണ്ടത്. ഷമി അത് പൊളിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ ദുലീപ് ട്രോഫി കളിക്കുന്നുണ്ട്, രഞ്ജി ട്രോഫി കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വന്ന് നോക്കാം. അതല്ലേ ചെയ്യേണ്ടത്? അതൊരു സെലക്ടർ എന്നുള്ള നിലക്ക് ഷമി അങ്ങോട്ട് ചെന്നിട്ട് അഗാർക്കറിനെ വിളിക്കുകയാണോ ചെയ്യേണ്ടത്? ഒരിക്കലല്ല. ഷമിയെ അഗാർക്കറാണ് വിളിക്കേണ്ടത്. മുഖ്യ സെലക്ടർ എന്ന രീതിയിൽ ഷമിയെ വിളിക്കേണ്ട ബാധ്യതയും കർത്തവ്യവും ഒക്കെ അഗാർക്കറിനാണുള്ളത്. പക്ഷെ അഗാർക്കർ പറയുന്നത് ഷമിക്ക് പുതിയ ഡീലിംഗ് അങ്ങനെ ആയിരിക്കും. പുതിയ ഡീലിംഗ് അങ്ങനെ ആയിരിക്കും. നയങ്ങൾ അങ്ങനെ ആയിരിക്കാം. വല്ലാത്തൊരു ഇതാണ് ഇത്. അല്ല അതുപോലെ കോമഡി ഉണ്ട്. ഇപ്പോ പല പ്ലേയേഴ്സിനെയും ഏജിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സഞ്ജുവിനെ ഏജിന്റെ ഒരു കാര്യം പറഞ്ഞു. ക്യാപ്റ്റൻസി ചെയ്യാൻ നോക്കുമ്പോൾ സഞ്ജുവും ശ്രേയസും ഏറെക്കുറെ ഒരേ ഏജ് എന്നിട്ട് ശ്രേയസിനെ ക്യാപ്റ്റനാക്കി. ഇപ്പോൾ ശ്രീലങ്കൻ സീരീസിലുള്ള സാരാംശ് ചെയിനെ അരങ്ങേറ്റ മത്സരത്തിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന് 32 വയസ്സുണ്ട്. 33 വയസ്സ്. 33-ാം വയസ്സിലായിരിക്കും അദ്ദേഹം ആദ്യത്തെ ടെസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ആലോചിച്ചു. മികവ് നോക്കുകയാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല കേട്ടോ. അദ്ദേഹം ഇതിനു മുമ്പ് ശ്രീലങ്ക തന്നെ നടന്നിട്ടുള്ള 70 റൺസും 6 വിക്കറ്റും താരമാണ്. മികവൊക്കെ നല്ലതാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊപ്പം മറ്റു പലരെയും സൈഡ് ലൈൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാനവ് സുത്തൂർ കഴിഞ്ഞ ടെസ്റ്റിൽ 7 വിക്കറ്റുകളൊക്കെ നേടിക്കൊണ്ട് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങു നിന്നോ പൊട്ടി വീണ ഒരാൾ തന്നെയാണ്. ഗുർനൂർ ബ്രാർ അദ്ദേഹം കഴിഞ്ഞ പിന്നെ T20 IPL പോലും അങ്ങനെ കളിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ടീമിലേക്ക് എത്തി. നമ്മൾ ഗുജറാത്ത് കോട്ടയുടെ കാര്യം പറഞ്ഞു. ഗുജറാത്ത് കോട്ടയുടെ ഒരു സംഭവം അവിടെ കൃത്യമായിട്ട് ഉണ്ട്. അതായത് ക്യാപ്റ്റൻ ആരാണോ ക്യാപ്റ്റൻ അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. മുൻകാലങ്ങളിലും കണ്ടിട്ടുള്ളതല്ലേ. ക്യാപ്റ്റൻ ധോണി മുൻകാലങ്ങളിൽ കണ്ടത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ആവർത്തിക്കാനല്ലല്ലോ ഒരു പൊതുവായ ഒരു സ്വഭാവം അങ്ങനെയാണ്. ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കേന്ദ്രീകരിക്കുന്ന കുറച്ച് താരങ്ങൾ അവർക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അവഗണിക്കപ്പെടുന്ന കുറെ പേരില്ലേ. ഇപ്പൊ ഷമി പോലുള്ള ഒരാൾ അവഗണിക്കപ്പെടുന്നു. ഭുവനേശ്വർ കുമാറിന്റെ കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു. സഞ്ജു സാംസൺ അവഗണിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പേര് അവഗണിക്കപ്പെട്ട് അവർക്കനുസരിച്ചുള്ള ഒരു ടീമിനെ വെക്കുമ്പോഴാണ് ഒരു പ്രശ്നം. അവിടെയാണ് ഒരു ക്വാട്ട പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ സാരാംശ് ജെയിൻ എവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത്. അദ്ദേഹം രഞ്ജി ട്രോഫിയിലേക്ക് കളിച്ചിരിക്കാം. ആക്കിബ് നബിയുടെ കാര്യം ഡിസേർവിംഗ് ആണ്. അദ്ദേഹം കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് ജമ്മു കാശ്മീർ വളരെ വൈകി എന്നിട്ട് വളരെ വൈകി പരിക്കേൽക്കുമ്പോൾ എടുക്കേണ്ട താരമല്ല ആക്കിബ് നബി. പിന്നെ ഈ പരിക്കിന്റെ കേസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിക്കിന്റെ കേസിൽ ഹർഷിത് റാണ പരിക്കാണ്, വാഷിംഗ്ടൺ സുന്ദർ പരിക്കാണ്, നിതീഷ് കുമാർ റെഡ്ഡി പരിക്കാണ്, ജസ്പ്രീത് ബുംറ പരിക്കാണ്. ഇതില് IPL ഒരു മത്സരം പോലും കളിക്കാതെ ഒരു 2 മാസത്തോളം വിശ്രമത്തിലായിരുന്നു. വേൾഡ് കപ്പിന്റെ സമയത്താണ് ഹർഷിത് റാണൊക്കെ പരിക്കേറ്റത്.
അതിനുശേഷം 1 മാസത്തോളം അദ്ദേഹം 2 മാസത്തോളം IPL സമയത്ത് വിശ്രമത്തിലായിരുന്നു. പിന്നെ ഒരു മത്സരം പോലും കളിക്കാതെയാണ്, ഒരു പ്രാക്ടീസ് മത്സരം പോലും കളിക്കാതെയാണ് അദ്ദേഹത്തെ നേരിട്ട് അയർലാൻഡ് സീരീസിലേക്ക് എടുത്തത്. അവിടെ 3 മത്സരം കളിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വീണ്ടും പരിക്ക് വരുന്നു. അപ്പം പരിക്കേറ്റ ഒരു താരത്തിന് പിന്നീടുള്ള ഒരു മത്സര പരിചയം പോലും ഇല്ലാതെ വീണ്ടും ടീമിലേക്ക് എടുക്കുമ്പോൾ അവിടെ വേറെ ബോളേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, അതായത് കൃത്യമായിട്ട് അജിത് അഗാർക്കറിന്റെയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറിന്റെയും ഒക്കെ ഈ മാൻ ടു മാൻ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അവരെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇഷ്ടക്കാരെ കുത്തി നിറക്കുന്ന ഒരു ടീമായിട്ട് ഇന്ത്യൻ ടീം മാറിയിരിക്കുന്നു. ഞാൻ ഇന്ത്യൻ ടീം സെലക്ഷൻ്റെ കാര്യം ആലോചിച്ചപ്പോഴേ ഞാൻ വെറുതെ ഒന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ രീതി എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ. അവർ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമാണ്. നമുക്കറിയാം അവരുടെ ഒരു സിസ്റ്റം അറിയാം. പ്രത്യേക ടീമുകളാണല്ലോ. ടെസ്റ്റിനൊരു ടീം ഉണ്ടാകും, ഏകദിനത്തിനും 2020 വെവ്വേറെ ടീമുകളാണ്. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം, ഷെഫീൽഡ് ഷീൽഡ് ഒരു പ്രകടനം തന്നെയാണ് അവരുടെ ടെസ്റ്റ് ടീമിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം. ഇനി ആ ടെസ്റ്റ് ടീമിൽ അവർ പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രമല്ലത്രേ, സെലക്ടർമാർ കൃത്യമായിട്ട് ഡാറ്റാ സയൻസിന്റെ ആനുകൂല്യത്തോടു കൂടിയാണ് അവർ വിശകലനം ചെയ്യുന്നത് ഓരോ താരങ്ങളെയും. അവരുടെ വേഗത, അവരെത്ര ഓവറുകൾ ഒരു ടൂർണമെന്റിൽ എറിഞ്ഞു എന്നുള്ളത് പോലും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി ഇത്രയും ഓവർ ടൈം വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് കൃത്യമായ വിശ്രമം അടുത്ത കളിയിൽ ഉറപ്പാക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ പേസ് ബോളർമാരുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ടുള്ള വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ സിസ്റ്റം അവിടെ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഫിറ്റ്നസ് ലെവൽ കൃത്യമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്. റൊട്ടേഷൻ സിസ്റ്റം നമ്മൾ ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ കേട്ടിട്ടുള്ള വാചകമാണ് റൊട്ടേഷൻ നടപ്പാക്കുക എന്നുള്ളത്. കൃത്യമായിട്ട് കളിക്കാർക്ക് മാറി മാറി അവസരം കൊടുക്കുക, പരിക്കിൽ നിന്ന് മോചിതരാകുക, ആവശ്യമായിട്ടുള്ള വിശ്രമം ഒഴിവാക്കുക. പക്ഷേ അതും നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫോർമാറ്റുകൾ തിരിച്ചുള്ള വിശ്രമം ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും ഒടുവിൽ അവർക്കൊരു ദേശീയ പേസ് ബോളിംഗ് കോച്ച് തന്നെയുണ്ട്. പരിക്കുകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും ഓരോ താരത്തെയും, അത് സീനിയർ തലത്തിലുള്ള താരം എന്നുള്ളതല്ല, അദ്ദേഹം ജൂനിയർ തലം വരെ അദ്ദേഹം അത് പ്രത്യേകമായിട്ട് പരിശോധിക്കും, റിപ്പോർട്ടുകൾ കൊടുക്കും ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക്. ഇത്രയും പ്രോസസ്സിലൂടെയാണ് അവർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഒരു താരം വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾക്ക് അവർ മുൻനിര താരങ്ങൾ തന്നെ ഇറക്കും. അതായത് പാറ്റ് കമ്മിൻസും ഹേസൽവുഡും മിച്ചൽ മാർഷും ഒക്കെ അവിടെ വന്ന് കളിക്കും. പക്ഷേ ഒരു ഉഭയകക്ഷി മത്സരമാണെങ്കിൽ അവർ കൃത്യമായിട്ട് ആ താരങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സ്കോട്ട് ബോളറിനെ പോലെയൊക്കെയുള്ള താരങ്ങൾക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ടയറിൽ വരുന്ന താരങ്ങളെ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യും. ഇതാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലം അവർക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് സിസ്റ്റം പൊളിച്ച് പണിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എത്ര നാളിനകം നമുക്ക് നടപ്പാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമോ തുടർന്ന് പോവുക എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലോകത്ത് തന്നെ ഏറ്റവും നല്ല ഡൊമസ്റ്റിക് ലീഗ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്ത് തന്നെ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത്രയും വൈവിധ്യമായ ടൂർണമെൻറ്റ്, രഞ്ജി ട്രോഫി മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ എല്ലാ ഫോർമാറ്റിലും, ടെസ്റ്റ് ആയിക്കോട്ടെ, വൺ ഡേ ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, എല്ലാ ഫോർമാറ്റിലും ഗംഭീരമായ ഡൊമസ്റ്റിക് ഇത് നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തകകൾ മാത്രമല്ല, കാശ്മീർ അടക്കം വന്ന് ചാമ്പ്യൻസ് ആവുന്നു. അപ്പോൾ അത്രമാത്രം താരങ്ങൾ അവിടെ ഉണ്ട്. ഒറ്റ പ്ലെയർ കൊണ്ട് ഒരിക്കലും ഒരു ടീമിന് ജയിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏറ്റവും ഗംഭീരമായ ഡൊമസ്റ്റിക് സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് പ്രോപ്പറായ ഒരു പിക്കിംഗ്, ഒരു പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അത് സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രോബ്ലം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുൻ താരങ്ങൾ പലരും സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്. അവർ പലരും ഡൊമസ്റ്റിക് മാച്ചുകൾ കാണാൻ പോയിട്ടുണ്ട്, കണ്ട് സെലക്ട് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ അത് അവസാനം ടീം പ്രഖ്യാപിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ താല്പര്യങ്ങൾ മാത്രമാണ് അതിലേക്ക് പോകുന്നത്. അവിടെ പറഞ്ഞ പോലെ കൃത്യമായി അജിത് അഗാർക്കറിന്റെ താല്പര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് ഗൗതം ഗംഭീറിന്റെ താല്പര്യം വരുന്നുണ്ട്. അവിടെ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം വരുന്നുണ്ട്. ബാക്കി 2 ഫോർമാറ്റിലും പിന്നെ ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി കളിക്കുന്നതുകൊണ്ട് ശ്രേയസിന് ആയിട്ടില്ല, അത് പറയാനുള്ളത് സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് ഇവരുടെ താല്പര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ മാനദണ്ഡം അല്ല, അതായത് കഴിവല്ല മാനദണ്ഡമാവുന്നത്. ഉറപ്പായിട്ടും കഴിവും നമ്മുടെ ഇപ്പോൾ T20 അല്ലെങ്കിൽ ലിമിറ്റഡ് ഫോർമാറ്റിലേക്ക് ഉറപ്പായിട്ടും IPL പരിഗണിക്കണം. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഇപ്പോൾ കമ്മിൻസ് ഉൾപ്പെടെയുള്ള ഹേസൽവുഡ് അടക്കമുള്ള ഫോറിനേഴ്സിനെ, ടോപ്പ് ക്വാളിറ്റി ബൗളേഴ്സിനെ മെരുക്കുന്ന ബാറ്റർമാരെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ബൗളർമാർ, ഗംഭീരമായ ബാറ്റർമാരെ മെരുക്കുന്ന ബൗളർമാർ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലിമിറ്റഡ് ഓവറിലേക്ക് നോക്കുമ്പോൾ അത് പരിഗണിക്കണം. ടെസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ രഞ്ജി ട്രോഫി ഉറപ്പായിട്ടും പരിഗണിക്കണം. ഇപ്പോൾ ചാമ്പ്യൻസായ വിദർഭയിൽ നിന്ന്, കഴിഞ്ഞ തവണ ചാമ്പ്യൻസായ വിദർഭയിൽ നിന്ന് എത്ര പേര് പിന്നീട് ഇന്ത്യൻ ടീം കളിച്ചു എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ടോപ്പ് സ്കോറർ പോലും ഇന്ത്യൻ ടീം ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോസസ്സിങ് ഒരിക്കലും പ്രോപ്പറായ രീതിയിലല്ല നമ്മൾ നടക്കുന്ന പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും രസകരമായിട്ടൊരു കാര്യമേ ഞാൻ പറയാനുള്ളത്, IPL ആണല്ലോ ഇപ്പോഴത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. IPL ഒറ്റ ഓവർ പോലും ബോൾ ചെയ്യാത്ത ഒരാൾ ഇംഗ്ലണ്ടിൽ കൗണ്ടി കളിക്കാൻ പോയിട്ട് അവിടെ 4 കളികളിൽ നിന്ന് വീഴ്ത്തിയത് 13 വിക്കറ്റുകളാണ്. അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന
ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തെ ഒരു പിഞ്ച് ഹിറ്ററായി മാത്രം, സ്ട്രൈക്കറായി മാത്രം കാണുന്ന തരത്തിലേക്ക്. അദ്ദേഹം ഓൾറൗണ്ടാണ്, അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ അദ്ദേഹം 3 സീസണിലായി IPL കളിക്കുന്നു. ഒരു ക്യാപ്റ്റനും അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല. ഇപ്പം നിലവിൽ ഡൽഹിയിലെ താരമാണ്. പക്ഷേ അത് അവിടേക്ക് ചെന്നപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു മാനേജ്മെന്റ് സംവിധാനത്തിൽ അത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഹാംഷെയറിന്റെ താരം നമ്മൾ ഇമ്പാക്ട് പ്ലെയർ റൂളിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. അതായത് ആദ്യം T20 ഓൾറൗണ്ടർമാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഒരു മൂല്യമൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്ലെയറെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇമ്പാക്ട് പ്ലെയർ ആക്കാം. ഫീൽഡിങ്ങിന് വേണ്ടി മാത്രം, ബൗളിങ്ങിന് വേണ്ടി മാത്രം ഒരാളെ വെക്കാം, ബാറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരാളെ വെക്കാം. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഓൾറൗണ്ടർമാരുടെ ഡിമാൻഡ് ഇടിയുന്നു. അത്തരത്തിലാണ് അശുതോഷൊക്കെ കയറി വരുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ ഒപ്പം കുൽദീപ് യാദവും പോയിട്ട് അവിടെ തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെലക്ഷൻ സിസ്റ്റം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഗൗതം ഗംഭീർ ആണോ ആദ്യം പോകേണ്ടത്, അജിത് അഗാർക്കറാണോ? അല്ല, ആരും പോകണം എന്നുള്ളതല്ല. പോവേണ്ട വന്നാൽ പോവേണ്ടി വരും, അത് വേറൊരു കാര്യം. ഇപ്പൊ തന്നെ ടി ദിലീപും 10 ദശകാത്തേക്ക് ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതില് പിന്നെ ഇഷ്ടക്കാരെ കുത്തി നിറക്കുന്നതിന് മുമ്പ് അവരുടെ ഈ ഫ്രസ്ട്രേറ്റഡ് പരിപാടിയില്ലേ, അതൊന്ന് നിർത്തണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പൊ ആരെ ഇറക്കുന്ന നമുക്ക് തന്നെ അറിയാം. ഒരു ആളുകൾക്ക് പിന്നെ ഇപ്പം ഷമി പോലുള്ള ഒരാൾ നേരിടുന്ന അവഗണന, ഭുവനേശ്വർ കുമാറിനെ വിളിക്കാമായിരുന്നു എന്നുള്ള കാര്യം. നേരത്തെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അവർ പ്രായം ഒരിക്കലും ഒരു മാനദണ്ഡം ആക്കാറില്ല. കാരണം മൈക്ക് ഹസി അരങ്ങേറ്റ താരങ്ങൾ കളിച്ച അതെ, ഞാൻ രണ്ടുപേരും പറയുന്നത് മൈക്ക് ഹസി, ക്രിസ് റോജേഴ്സ്, 2 പേര്. അതായത് മൈക്ക് ഹസി ഒരു മിസ്റ്റർ ക്രിക്കറ്റ്. അതെ അതെ അതെ. ഈ മൈക്ക് ഹസിയുടെയും ക്രിസ് റോജേഴ്സിന്റെയും കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, മൈക്ക് ഹസി വേൾഡ് നമ്പർ 1 ബാറ്ററായി മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വൈകിയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ അരങ്ങേറിയത്. ഒരു സമയത്ത് 60-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ആവറേജ്. മാത്രമല്ല മിസ്റ്റർ ക്രിക്കറ്റ് എന്ന ഒരു വിളിപ്പേര് പോലും അദ്ദേഹം നേടിയെടുത്തു. ക്രിസ് റോജേഴ്സ് നമുക്കറിയാം, ഒരു 2-3 വർഷമാണ് അദ്ദേഹം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓസ്ട്രേലിയൻ ടീമിന്റെ പ്രധാനപ്പെട്ട പിന്നെ ബാറ്ററായിരുന്നു, പ്രധാനപ്പെട്ട ഓപ്പണിംഗ് ബാറ്ററായിരുന്നു. അതിനൊപ്പം അദ്ദേഹം ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ നമുക്കറിയാം. ബ്രാഡ്മാന് താഴെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ ആവറേജും റൺസും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അത്രയും രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു താരമായിരുന്നു ക്രിസ് റോജേഴ്സ്. ക്രിസ് റോജേഴ്സും ഈ ബ്രാഡ്മാനും കഴിഞ്ഞാൽ ഇതേപോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ 100-ന് മുകളിൽ ആവറേജിൽ ഒരു സീസൺ അല്ലെങ്കിൽ 1-2 സീസൺ കളിച്ചൊരു താരം ഇപ്പോഴും ടീമിന് പുറത്താണ് സർഫറാസ് ഖാൻ. അദ്ദേഹത്തെ ഒരു സമയത്ത് എടുത്ത് പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. അതിന് പകരം IPL ഫോമിന്റെ പുറത്ത് സായ് സുദർശൻ എന്ന ബാറ്ററെ എടുക്കുന്നു. സായ് സുദർശൻ ഇപ്പോഴും അവൈലബിലിറ്റി പരിക്കിന്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സർഫറാസിന് ഒരു ലോങ് റൺ കൊടുക്കാതെ സായ് സുദർശനെ പരീക്ഷിച്ച് അദ്ദേഹത്തെ പിന്നെ കൃത്യമായിട്ട് ആ ടീമിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അവസരങ്ങൾ ഒരുപാട് കൊടുത്താൽ എല്ലാവരും കളിക്കും, അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം അവിടെയാണ് കൃത്യമായിട്ടും ഈ അജിത് അഗാർക്കറും അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ മാറ്റണോ മാറ്റണ്ടയോ എന്നുള്ളത് പിന്നെ BCCI തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഗൗതം ഗംഭീർ ഇനി ഒരു കാരണവശാലും തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല അല്ലെങ്കിൽ അർഹതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിൽ വെച്ച് നടന്ന 2 ടെസ്റ്റ് സീരീസുകൾ ഇങ്ങനെ അട്ടപ്പടലം തോക്കുക എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇതിനു മുമ്പ് അങ്ങനെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത്? നമുക്കൊരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ മടിക്കുന്നൊരു, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നുന്നൊരു കാര്യമാണ് ഇന്ത്യൻ മണ്ണിൽ തോൽക്കുന്നു എന്നുള്ളത്. ഇന്ത്യൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ടീമിനെതിരെയൊക്കെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെയും മറ്റൊക്കെ ജയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെയും ലോകത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റ് ശക്തികൾ എന്ന് പറയുമ്പോൾ നിലവിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഒക്കെ തന്നെയാണ്. ഇംഗ്ലണ്ട് കുറച്ച് വീക്കായിരിക്കാം, ഓസ്ട്രേലിയ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് രാജ്യം. അവർക്കെതിരെയൊക്കെ ജയിച്ച ടീമാണ് ന്യൂസിലാൻഡിനെതിരെ, അതും കെയ്ൻ വില്യംസൺ ഇല്ലാത്ത ഇറങ്ങിയ ന്യൂസിലാൻഡിനെതിരെ തോറ്റത്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ, സൗത്ത് ആഫ്രിക്കൻ ടീം അത്ര പ്രബലരായ ടീമൊന്നുമല്ല, അവരുടെ യങ്സ്റ്റേഴ്സ് ആണ് കളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെതിരെയൊക്കെ തോറ്റിട്ട് പിന്നെ ആ കൂടി നിൽക്കുന്ന ഒരു ഘട്ടം ഇന്ത്യക്ക് നാണക്കേട് കൊണ്ട് തലവരുത്തി നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായത് ഈ ഗംഭീറിന്റെ കീഴിലാണ്. ഗംഭീറിന്റെ കീഴിൽ നമ്മൾ T20 മത്സരങ്ങളിലെ പിന്നെ ഈ ലോക കിരീടത്തെക്കുറിച്ച് പറയുമായിരിക്കും. എങ്കിൽ കൂടിയും കൃത്യമായിട്ടും ഈ പിന്നെ ടെസ്റ്റ് മത്സരങ്ങളിൽ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഫോർമാറ്റിൽ ഇന്ത്യ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അജിത് അഗാർക്കറുടെ സെലക്ഷനും വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷമിക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം, ഇതാരാ രാജാവോ, എന്നെ വിളിക്കാന്നൊക്കെ പറയാൻ പറ്റുന്നത് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള കുറേ ഈ പിന്നെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ ഇവരുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് പുറത്തു പോകേണ്ട സമയം ഏതാണ്ട് അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒറ്റ ചെറിയ കാര്യം കൂടെ, അതിനകത്ത് നമ്മൾ അർഹതയായിട്ടും കളിക്കാൻ പറ്റാത്ത കുറെ പ്ലേയേഴ്സിനെ പറഞ്ഞു. അതിനകത്ത് നേരത്തെ വിട്ടുപോയതാണ് ജലജ് സക്സേന. അതിൽ ഉറപ്പായിട്ടും പറയേണ്ട ഒരു പേരായിരുന്നു. എത്ര വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡൊമസ്റ്റിക്കിൽ ഗംഭീരമായി കളിക്കുന്നു, കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിനും ഗംഭീരമായിട്ട് കളിച്ചു കൊടുക്കുന്നു, കേരളത്തിലെ ഫൈനൽ എത്തിക്കുന്നു, ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ എത്തിക്കുന്ന നിർണായ പങ്കുവഹിക്കുന്നു. അത്രയും ഗംഭീരമായ ക്വാളിറ്റിയുള്ള ഒരു ബോളർ. ഇപ്പം അദ്ദേഹത്തിന് ഏജായി,
അദ്ദേഹത്തെ ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല. രഞ്ജി ട്രോഫി കളിപ്പിക്കേണ്ട ടീമിലേക്ക് പോലും പരിഗണിച്ചില്ല. രഞ്ജിയിലാണ് അദ്ദേഹം ഈ വിധം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത്. നല്ല ഗംഭീരമായ ബൗളറാണ്, ഗംഭീരമായ ബാറ്ററാണ്, നല്ല ഓൾറൗണ്ടറാണ്. ഓൾറൗണ്ടറാണ്. അതിൽ ഏറ്റവും പ്രധാനം 400 വിക്കറ്റും 4000 റൺസും തികച്ച പിന്നെ 1-2 പേരെ രഞ്ജി ട്രോഫിയിലുള്ളൂ. അതിലൊരാളാണ് ജലജ് സക്സേന. അത് പറയുമ്പോഴേ വസിം ജാഫറിനെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അന്നത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ടീം അത്രയും പാക്ഡ് ആയിരുന്നു. സച്ചിൻ്റെ ഒക്കെ കാലത്തുള്ള പാക്ഡ് ആയിരുന്നു. അവിടേക്ക് വസിം ജാഫറിനെ പോലൊരു താരത്തിന് അന്നത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും പിന്നീടാണ് അദ്ദേഹത്തിന് ലേറ്റായിട്ടാണ് അദ്ദേഹത്തിന് ഒരു എൻട്രി കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും പ്രധാന പ്രശ്നം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വന്ന് പുറത്തായപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് കമ്മിങ് ഗംഭീരമായിരുന്നു. കാരണം അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലൊക്കെ ഡബിളൊക്കെ അടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 2027 കാലഘട്ടത്തിൽ അവസാനിക്കുന്ന നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. നിലവിൽ ഇപ്പോൾ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. 9 കളികളിൽ 4 ജയവും 4 തോൽവിയും 1 സമനിലയുമായിട്ട് 48 പോയിന്റ്. ഇന്ത്യക്ക് അതൊരു 68 പോയിന്റ് എത്തിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ കളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യതയുള്ളൂ. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞ രീതിയിൽ ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും വന്ന് തോൽപ്പിച്ച ഇന്ത്യയിലേക്ക് ഇനി ഇന്ത്യ നാട്ടിൽ കളിക്കാൻ പോകുന്ന ഒരു ടെസ്റ്റ് പരമ്പര എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെയാണ്. 2001 നമ്മളെ രക്ഷിക്കാൻ പരമ്പര ഇന്ത്യയിൽ തോക്കുന്നതിൽ നിന്നുള്ള വലിയ മഹാനാണക്കേട്. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ഇന്ത്യ ടെസ്റ്റ് പരമ്പര തോക്കുക എന്ന് പറയുന്നത് വലിയ നാണക്കേട് എന്നുള്ളത്. അവിടെ രക്ഷിക്കാൻ ഒരു ദ്രാവിഡും ലക്ഷ്മണും ഒക്കെ ഉണ്ടായിരുന്നു. അതും ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം 2ാം ടെസ്റ്റ് ഫോളോ ഓൺ വഴങ്ങിയ ശേഷം 650+ നേടി ഇന്ത്യ ജയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മാജിക്ക് ഇന്ത്യയിൽ അടുത്ത ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അഹമ്മദാബാദിൽ 1.5 ലക്ഷം പേരെ നിശബ്ദരാക്കിയ അവകാശവാദവുമായി പാറ്റ് കമ്മിൻസും കൂട്ടരും വരും. അപ്പോൾ വലിയ മത്സരങ്ങൾ ഇന്ത്യയെ കാത്തിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ കഴിയട്ടെ. ഇതിലൊക്കെ ഉപരിയായിട്ട് മുൻ താരങ്ങളെ കൂടി കുറച്ചുകൂടിയൊക്കെ പരിഗണിക്കട്ടെ ഇന്ത്യൻ സെലക്ടർമാർ എന്നുകൂടി നമുക്ക് ആശിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് കുറച്ചുകൂടി സുതാര്യമാകട്ടെ എന്നാണ് ആഗ്രഹിക്കാവുന്നത്. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.